Look who is this? കൈ വന്നുകൊണ്ടിരുന്ന ഒരു പരമ്പരാഗത സ്വത്താണ് നമ്മളെ ഗണപതി ഉണ്ട് ഈ വീട്ടില്. ചലഞ്ചാണ് ആക്ച്വലി ഇന്ന് മാളുവിനെ നമ്മൾ ഒറ്റയ്ക്കാണ് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്ക് ഇങ്ങനെ എത്ര ഹാപ്പിയാണെന്ന് അറിയാം. കാരണം മാളുവിന് പണി കൊടുക്കുമ്പോൾ എനിക്ക് ഇത്രയും ലോകത്തുള്ള ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടില്ല. കാരണം യെസ്, പണി കൊടുക്കുന്ന എല്ലാ ചേച്ചിമാർക്കും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ. അപ്പൊ എനിക്ക് മാളുവിന് പണി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടും. അപ്പൊ എനിക്ക് തിരിച്ചു പഠിച്ചാൽ ഭയങ്കര സന്തോഷം. പക്ഷെ മാളു ഇതുവരെ എനിക്ക് പണി ഒരു തരാൻ പറ്റിയിട്ടില്ല. ഫുൾ ഞാനാണ് കൊടുക്കുന്നത്. മാളു എന്തെന്ന് അറിഞ്ഞൂടാ, ഈ ഒരാഴ്ച ഫുൾ ഷൈനിയാണ്. #മാളു. സോ ഗൈസ്, ഇന്ന് ആക്ച്വലി മാളുവിന് 8ന്റെ പണിയാണ്. ആക്ച്വലി നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സിമ്പിൾ പണിയായിട്ട്, പക്ഷെ മാളുവിന് ഭയങ്കര 8ന്റെ പണിയാണ്. കാരണമുണ്ട് കാര്യം. മാളു ഇത്രയും ബൂട്ടി ഏജ് ആയിട്ട്, ഇത്രയും ബൂട്ടി അമ്മൂമ്മ ഏജ് ആയിട്ട് മാളു ഇതുവരെ ഒരു കത്തിയോ ഒരു ലൈറ്ററോ ഒരു ഗ്യാസ് പോലും കത്തിച്ചു ഒരു കുക്കിംഗ് പോലും മാളു ചെയ്തിട്ടില്ല. സോ മാളുവിന്റെ ജീവിതത്തിൽ തന്നെ ഇത്രയും ഏജ് ആയ മാളുവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ടൈം കുക്കിംഗ് ചെയ്യാൻ പോകുന്ന എക്സ്പീരിയൻസ് ആണ്. ഓരോ നിങ്ങൾ പോലെ കുക്കിംഗ് എന്ന് കേട്ടപ്പോ നോക്കിക്കോ അല്ലേ കുക്കിംഗ്. അപ്പൊ നമുക്ക് വീഡിയോ അടിച്ച് മാറ്റാം എന്ന് പറയുന്നത് എന്ത് പൊതുവെ കണക്ക് അവരെടുത്താണ് പറയണം പോവരുത്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ലൈറ്റ് ഇട്ട് ഞാൻ ഫുൾ മേക്കപ്പ് ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് മാള് കണ്ട എന്നും ചേർത്ത് ഹെയർ സ്റ്റൈലൊക്കെ മാളെ കെട്ടിക്കൊണ്ട് ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്. ആക്ച്വലി നിങ്ങൾ കണ്ട നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ വിചാരം, only one name I have. അത് കാരണം ആക്ച്വലി ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കും. അപ്പൊ നിങ്ങൾ കുക്കിംഗ് എന്ന് പറഞ്ഞ് പോയാൽ അത് ഭയങ്കര മോശമായിരിക്കും. ഇനി നമ്മളെ കഞ്ഞിയാണ് ഗൈസ്, നമ്മളെ കഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പാറ്റ് എടുക്കുന്നത് നോക്കി. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ ലാസ്റ്റ് വീഡിയോ കാണുക. നിങ്ങൾ അഭിപ്രായം കമന്റ്സിൽ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ നിങ്ങൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം, നമ്മളെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം. സോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. So let's get to the today's challenge, Malu's cooking first time experience. So നമുക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരാൾ പോത്തിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഷോയുടെ സ്റ്റാർ ഓഫ് ദ ഡേ മിസ് മാളു, ഷെഫ് മാളുവിനെ സ്വാഗതം ചെയ്യുന്നു. സോ ആക്ച്വലി മാളു, നിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് just one sentence. Okay, കുഴപ്പമില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഷെഫ് ആകുമ്പോൾ ഷെഫിന്റെ ഒരു തൊപ്പിയും വേണം. ഹാപ്പി ബർത്ത്ഡേ വല്ല തൊപ്പി ആൻഡ് ദിസ് ഏപ്രോൺ. ഓക്കെ, ഏപ്രോൺ. അയ്യോ മൈ ഗോഡ്, സോറി. സോ ഏപ്രോൺ ആർക്കെങ്കിലും തെറ്റി പറ്റത് ക്ഷമിക്കൂ. ഓക്കെ, ഏപ്രോണും വേണം. പക്ഷെ ഇത് രണ്ടും നമ്മുടെ കയ്യിൽ അതാണ് ഏറ്റവും വലിയ സത്യം. പറഞ്ഞത് കാശില്ല. നിങ്ങൾ വിചാരിക്കും കാശില്ല, സത്യത്തിൽ കാശില്ല. സോ അതുകൊണ്ട് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ഹാപ്പി ബർത്ത്ഡേ വര തൊപ്പിയും ആൻഡ് ഷെഫ് ഏപ്രോൺ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഗൈസ് അല്ല ഏട്ടാ തൊപ്പിയും. സോ ഗൈസ്, നമ്മളെ ലുക്ക് അറ്റ് ദിസ്, സൂം ഇറ്റ് പ്ലീസ്. ഇതാണ് എൻ്റെ അമ്മൂമ്മേരെ കൈ വന്നുകൊണ്ടിരുന്ന ഒരു പരമ്പരാഗത സ്വത്താണ് ഗൈസ്. ദിസ് ഈസ് ആറ്റുകാൽ അമ്മാസ് ഹാറ്റ്. ഇപ്പം എൻ്റെ അമ്മയുടെ കയ്യിലാണ് ഈ ഹാറ്റ് എത്തിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മയുടെ കുടുംബസ്വത്ത്, ആകെയുള്ള ഒരൊറ്റ കുടുംബസ്വത്താണ്. ഇതില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ജീവിതം ഇല്ല ഗൈസ്. എല്ലായിടത്തും എൻ്റെ അമ്മ ഈ ഒരു ആറ്റുകാൽ തൊപ്പിയും വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. സോ ഇത് ഞാൻ മാളുവിൻ്റെ ഏപ്രോൺ, ഈ സ്വത്ത് ഞാൻ മാളുവിന് കൊടുക്കുകയാണ് ഇപ്പം ഇതിന് വേണ്ടി. അപ്പം മാളുവിന് ഞാൻ ഇത് വെച്ചോടിക്കാണ് ഗൈസ്. മാളുവിൻ്റെ ഏപ്രോൺ അതിൽ നിറച്ച് പേരുണ്ട്, അതെല്ലാം തൊപ്പിയില്ല. അതൊക്കെ വേണം, അതൊക്കെ എടി വലിയ കാണാൻ പറ്റുന്നുണ്ടോ നിനക്ക്? ഓക്കെ, ഇനി ഏപ്രോൺ ആണ് ഏറ്റവും ബിഗ്. അത് ആക്ച്വലി ഒരു പാരമ്പരാഗത സ്വത്താണ്. അമ്മേനെ ഒന്നും എത്രയോ വർഷങ്ങൾ നനയ്ക്കാൻ മുണ്ടെല്ലാം തോർത്താണ് കഴിയുന്നുള്ളൂ. ഇതാണ് മുട്ട് നനച്ചിട്ടില്ല, നാട്ടോടെങ്കിൽ ഭയങ്കര സഹിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മാളവിന് കെട്ടി കൊടുക്കണേ. ഇനിയാണ് ആ കുക്കിങ്ങിൻ്റെ ആ ഒരു അശ്രതാൻ പോണത്. ഇനിയാണ് കൈ നെട്ടൊക്കെ വിരിച്ച് കൈ ഇനിയാണ് തകർക്ക, മനസ്സിലായ? ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും
ഇവിടെ വന്ന നേരം മുതലേ ബളബളബളായിട്ട് സംസാരിച്ചോണ്ടിരിക്കണം, ഒന്നും നടക്കണില്ലെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ബോറടിപ്പിക്കണില്ല, ഞാൻ നേരെ വീട്ടിലോട്ട് പോയാണ്. അപ്പോൾ മാളു എന്തോന്നാണ് നീ ചെയ്യാൻ വേണ്ടി പോണേന്ന് പറഞ്ഞു? ഇന്നത്തെ ഡിഷിന്റെ പേര് മാളൂസ് കൊഞ്ച് ഫ്രൈ. ഉണ്ടാക്കണ മുന്നുള്ള പേരുണ്ട്. ഇത് ഓൾമോസ്റ്റ് പിന്നെ ഒരു ഇത് കൊറിയൻ ടൈപ്പാണ്, പക്ഷെ ഫുൾ കൊറിയൻ അല്ല. ഞാൻ എൻ്റെ വക കുറച്ച് ഇന്ത്യയിലൊക്കെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്താണ് ചെയ്യാനുള്ളത്? ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തം ഇത് ആക്ച്വലി കൊറിയനാണോ? ഞാൻ പറഞ്ഞില്ല, മൊത്തം കൊറിയൻ അല്ല, കൊറിയൻ ഇന്ത്യൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിഷ്. ഫസ്റ്റ് ടൈം കേരളത്തോട് കൊറിയനെ വെച്ച് പിടിച്ച് മെയിൻ തിങ് എന്ന് പറയാൻ ചേട്ടൻ്റെ അമ്മനും കൊറിയൻ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞൂടെങ്കിലും എന്നാൽ കഴിയുന്ന ആക്ച്വലി ഒരു അലങ്കാര ആ ഒരു വെറൈറ്റി ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം ബെസ്റ്റ് ആക്കണം. ഓക്കെ, ആക്ച്വലി കൊറിയൻ ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ നമ്മളെ BTS ആണ്. കാരണം ആക്ച്വലി എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. അതിൽ വേറെ ഒന്നുമില്ല. ബിക്കോസ് ഞാൻ ആദ്യം ആക്ച്വലി അവരെ പാട്ട് ഫസ്റ്റ് ടൈം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റോറി ആക്ച്വലി ഉണ്ടാക്കി പറയാനാണ് നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ കിട്ടിപ്പോകും. അതുകൊണ്ട് ഉണ്ടാക്കി പറയാം. ഓക്കെ, മാൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി പോകുന്നത്? ഫസ്റ്റ് നമ്മുടെ കൊഞ്ചിനകത്ത് മഞ്ഞപ്പൊടി, ഉപ്പ്. ഈ കൊഞ്ചിനൊരു കഥയുണ്ട് ഗൈസ്, അത് ഞാൻ പറയാം. ഓക്കെ, ഇതെന്ത് കൊഞ്ചാണ്? ഇതിന്റെ പേര് ടൈഗർ കൊഞ്ച്, ടൈഗർ പ്രോൺ. ടൈഗർ കൊഞ്ച്. ഓക്കെ, ടൈഗർ പ്രോൺ. എന്ത് തലയില്ലാത്ത? അത് അമ്മയടുത്ത് ചോദിക്കണം. സോ ഫസ്റ്റ് നമ്മൾ മഞ്ഞപ്പൊടി ഇടണം. ഇത് ആദ്യമേ ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിപ്പോലാണ് ഞാൻ എടുത്തിട്ടുള്ള മഞ്ഞപ്പൊടി. ഇതൊരു 1.5 ടീസ്പൂൺ കാണും ഈ ഒരു ചില്ലി പൗഡർ, മുളക് പൊടി. 1 ടീസ്പൂൺ മൊത്തം ഇടും. പിന്നെ കുറച്ച് ഉപ്പ്. അത്രയും വേണ്ട. എന്താണ് കാണിക്കണതാണ്? അത്രയും ഉപ്പാണ്, അത്രയും തട്ടി. കുറച്ചേ ഉള്ളൂ ഇതിനകത്ത്. ഇനി നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്യാം. നമുക്ക് വല്ലപ്പോഴേ കാണാൻ പറ്റില്ല, അപ്പൊ എല്ലാവരും ഇപ്പഴേ സൂം ഔട്ട് ചെയ്തൊന്ന് കണ്ടു. ഗൈസ്, ആക്ച്വലി ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ ആക്ച്വലി കൊറിയൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം ആക്ച്വലി BTS ആർമിയാണ് ആക്ച്വലി കാരണം സത്യം പറഞ്ഞല്ലോ, എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഈ ബട്ടർ സോങ് ഇറങ്ങണ മുന്നേ ഈ BTS ആർമി ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. സത്യമായിട്ടും ആരും കൊല്ലരുത് BTS ആർമി, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. പിന്നീട് ഈ ബട്ടർ സോങ് ഉണ്ടല്ലോ, അറിയാമായിരുന്നു. എൻ്റെ ഫ്രണ്ട് നിക്കിത്ത ഭയങ്കര ഫാനാണ്. അയാൾ ഞാൻ പേര് പറഞ്ഞപ്പോൾ അതിൽ ഒരു പ്ലെയറിന് വേണ്ടിയിട്ട് ബർത്ത്ഡേയുടെ അന്ന് പുഷ്പാഞ്ജലി വരെ നടത്തിയിട്ടുള്ള ഒരാളാണ് നിക്കിത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം എൻ്റെ സ്കൂൾ +1 ആ ഒരു ടൈം തൊട്ട് എനിക്ക് BTS വരാം. പക്ഷെ ഞാൻ ഈവൻ 2021 ഞാൻ ആക്ച്വലി അറിയുന്നത് അങ്ങനത്തെ ഒരു ആർമി ഉണ്ടെന്ന് പോലും. അവരെ ബട്ടർ സോങ് ഇടയ്ക്ക് എന്തോ ഇറങ്ങിയല്ലോ, 2021 എന്നാണ് ബട്ടർ സോങ് എപ്പോഴാണ് ഇറങ്ങിയത്. അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ആ സോങ് ആണ്. അതിനുശേഷം ഞാൻ അവരെ സെർച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി ആ ഒരു ആർമി, അതാണ് BTS ആർമി എന്ന് ഞാൻ പോലും അറിയുന്നത്. ബട്ട് എനിക്ക് അതിനുശേഷം ഭയങ്കര ഇഷ്ടമാണ് അവരെന്തെന്ന് എനിക്കറിയാം. എനിക്ക് അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഫേവറേറ്റ് ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയില്ല, എനിക്ക് എല്ലാവരും ഈക്വൽ ആയിട്ടാണ് എനിക്കിഷ്ടം. അതാണ് അങ്ങനെയാണ് ആക്ച്വലി നമുക്ക് കൊറിയൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ ഞാൻ കൊറിയൻ നമ്മൾ സ്ക്വിഡ് ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ വേറൊരു ഇതും കൂടെ ഉണ്ടല്ലോ, ഒരു മൂവിയും കൂടെ ഉണ്ടോ, ഓൾ ഓഫ് us are dead. ഗൈസ് ബൈ ദ വേ, കൊഞ്ചം റെഡിയായോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് ആക്ച്വലി അമ്മ ഇട്ടിരിക്കുന്ന പേരാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, കൊച്ചുപുള്ളി. ഇത് ഞാൻ ഇട്ട പേരല്ല, അമ്മ ഇട്ട പേരാണ് ഇതിന്റെ പേര്. ഞാൻ ഇട്ടൊന്നുമല്ല, എനിക്ക് ഇതിന് കൊച്ചുകൊള്ളി എന്നാണ് ഞാൻ പണ്ട് പോലെ ആക്ച്വലി ഇങ്ങനത്തെ സ്റ്റിക്കറാകുമ്പോൾ ഞാൻ മലയാളത്തിൽ കൊച്ചുകൊള്ളി എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാളോടുണ്ട്, മാളോട് കൊച്ചുകൊള്ളി എന്തോന്ന് ചോദിച്ചു. പിന്നെ നിനക്ക് ആ കാര്യം അറിഞ്ഞൂടെ? അപ്പം ഞാനായിട്ട് അപ്പോഴാണ് മാള് പറഞ്ഞത്, ഇത് ഈ വാക്ക് ആദ്യമായിട്ടാണ് മാള് കേൾക്കുന്നത്. അപ്പം അമ്മയെ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനാണ് കൊച്ചുകൊള്ളി എന്നൊരു പേര് ഇതിന് ഇട്ടേന്ന്. സോ ഇറ്റ്സ് മൈ ഇൻവെൻഷൻ. സോ ഇനി നിങ്ങൾക്ക് സ്റ്റിക്ക് എന്ന് പറയാൻ മലയാളത്തിൽ ആഗ്രഹമുള്ളവർ ദയവേത് കൊച്ചുകുളി എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ഇൻവെന്റഡ് ബൈ ആരതി. ഞാൻ ഫുള്ളായിട്ട് പറയുന്നത് പകരം കൊച്ചു മാത്രം.
അങ്ങനെ ഇപ്പം ഞാൻ ഫൈനലി നമ്മളെല്ലാവരും കൂടെ അകത്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് കൊഞ്ചിടലാണ്. പക്ഷെ അതിന് നമുക്ക് ജസ്റ്റ് ബെഡ് പോലെ നമുക്ക് ഉണങ്ങി
മേളമാണല്ലോ. ഓക്കെ ഗൈസ്, മാളുവിൻ്റെ സ്ട്രഗിൾ നോക്കിക്കുക എല്ലാവരും. കണ്ണിന് പാവള കിടന്ന് കാര്യമാണ്. കാരണം അവൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉള്ളിയും സ്പ്രിംഗ് ഓണിയനും നിങ്ങളൊക്കെ ഉണ്ടെന്ന് വളരെ. സോ സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇനി ഞാൻ വെറുപ്പിക്കണില്ല. ഇനി മാളു അടുത്ത് എന്താണ് പറയാനുള്ളത്? നെക്സ്റ്റ് ഇതെന്ന് പറയാൻ നമ്മുടെ സെർവിങ് ആണ്. മാളൂസ് കൊറിയൻ പ്രോൺ ഫ്രൈ റെഡി. ഇനി മാളുവിൻ്റെ കലാവിരുന്നാണ്. ഇനി അവളത് പെർഫെക്ഷനിസ്റ്റ് ആക്കി എല്ലാத்தைയും അടങ്ങും. ഓക്കെ, ഫൈനലി ഇതാ നമ്മുടെ മാളു കൊറിയൻ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്യണം. പാവമല്ലേ, പാവം. പോട്ട് പ്ലീസ്, അങ്ങനെ ട്രൈ ചെയ്യണം. സീരിയസ്ലി എനിക്ക് നല്ല നല്ല സ്മെല്ല് വരുന്നത്. നല്ല നല്ല അത് നീയല്ലേ പറയുള്ളത്. നമ്മളെ ഗണപതി ഉണ്ട് ഈ വീട്ടിൽ. ഗൈസ്, അങ്ങനെ നമ്മളെ ഗണപതി എത്തിയിരിക്കണം. അച്ഛൻ മാളു നീ കൊടു. മാളു അച്ഛൻ്റെ പുഞ്ഞാര മോളുണ്ടാക്കിയ ഫസ്റ്റ് ട്രൈ ഔട്ട്. അച്ഛൻ അത് പച്ചമുളക് പച്ചമുളക് കഴിച്ചിട്ട് കാര്യമില്ല. വെന്തില്ലേ എന്തോ കുറച്ച് വേണ്ട. അടിപൊളി അടിപൊളി, സൂപ്പർ. ഓക്കെ ഗൈസ്, അപ്പോൾ സക്സസ്. കഴിക്കാൻ പോകുന്നു ഗൈസ്. കള്ളം പറഞ്ഞോ സത്യം പറഞ്ഞോ? കള്ളം മീഡിയം കൊള്ളാം. ഇപ്പം സത്യമാണെങ്കിൽ സത്യം പറഞ്ഞാ എന്ത് വെന്തിട്ടില്ല. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയാം. മാളുടെ ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് ഞാൻ 100% അവൾക്ക് 10 out of 10 കൊടുക്കുന്നു. ബട്ട് ആസ് വൈസ് വെൻ ഇറ്റ് കംസ് ടു ഫുഡ് എന്ത് പറയാൻ, ഒരു 6 or 5. ടേസ്റ്റ് വൈസല്ല സംഭവം എന്ന് പറഞ്ഞാൽ കുക്ക് കുറച്ചും കൂടെ ആവാണ്ട്. പക്ഷെ ഒരുപാട് നമുക്ക് ഛർദ്ദിക്കുന്നതിൻ്റെ അത്രയൊന്നും ആവില്ല. പക്ഷെ നമുക്ക് കൊഞ്ചിൻ്റെ ഫീലും ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇതെല്ലാം നല്ലൊരു ഈ ഒരു മസാലയൊക്കെ കൊള്ളാം. ബട്ട് അല്ലാതെ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ കുറച്ചൊരു 10% 20% കൂടെ ഒന്ന് വേവാവുണ്ട്, അത്രയേ ഉള്ളൂ. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ മാളും ഇത്രയും ചെയ്തല്ലോ. മാളും ഇഷ്ടപ്പെട്ടു. കാരണം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാൻ പറ്റൂല, കാരണം കുറച്ചും കൂടെ വേവാവുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ബാക്കി മസാലയൊക്കെ ആക്ച്വലി ഇതിൽ പിടിച്ചിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. സോ മാളുവിൻ്റെ അഭിപ്രായം എന്താ മറ്റേ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞതുപോലെ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു. മാവുൻ്റെ കൊഞ്ച് കൊറിയൻ പ്രോൺസ് മാവ് എനിക്ക് തൻകുഞ്ഞാണ്. അത് ഈവൻ നമുക്ക് തൻകുഞ്ഞാണ്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ കുറച്ചും കൂടെ നല്ലൊരു നമ്മൾ ചെയ്യുന്ന പോലെ ഈ ഒരു മസാല വെച്ചാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ബോയിൽ ചെയ്ത് നല്ല വൃത്തിയിട്ടൊക്കെ നിങ്ങൾക്കറിയാലോ വേവൊക്കെ വരുമ്പം ജസ്റ്റ് നിങ്ങൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ഓക്കെ, സോ യെസ്, അങ്ങനെയുള്ള നമ്മളെ വീഡിയോ ഫൈനലി. പ്ലീസ് ഗൈസ്, ഞാൻ വെറുപ്പിക്കുന്നില്ല, വീണ്ടും പറയാം, നമ്മളെ വീഡിയോ നമ്മളെ ചാനൽ നമ്മളെല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സോ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ നമുക്ക് കാണുന്നത്. ദിസ് ഇസ് ആൻറ്റി സൈനിങ് ഓഫ്, അഞ്ജന സൈനിങ് ഓഫ്, ആൻഡ് കിങ് ആപ്പു is sleeping there. Yes, Kingani signing off and Ayrton signing off. So love you, take care. Mwah. Love you.